ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സാമ്പാറാണ് കേട്ടോ. സാമ്പാർ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം വെക്കുന്ന ഒരു അടിപൊളി സാമ്പാർ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. ഞാനിവിടെ 1/4 കപ്പ് തൂവരപ്പരിപ്പ് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളത്തിൽ കുതിർത്തിയിട്ടിരിക്കുകയാണ്. കുതിർന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തതും, ഇതിലേക്ക് കുറച്ച് വെള്ളം, പിന്നെ നമുക്ക് കുറച്ചുപ്പ്, പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായത് വെളിച്ചെണ്ണയാണ്. കുറച്ച് വെളിച്ചെണ്ണ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിത് വേവിക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു കടായി വെച്ച് കൊടുക്കാം. കടായി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 25 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായത് വെണ്ടക്കായയാണ്. ഞാനിവിടെ 4 വെണ്ടക്കായ ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കണ്ടോ, രണ്ടും കൂടി നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സാമ്പാർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പയർ, 1 പച്ചക്കായ, 1 ചെറിയ മത്തയുടെ കഷ്ണം, 1 കുമ്പളങ്ങയുടെ കഷ്ണം, 1 വെള്ളരിയുടെ കഷ്ണം, ഇത്ര മാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാമ്പാർ കഷ്ണങ്ങൾ നിങ്ങൾക്ക് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 10 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ തന്നെ ഒന്നുണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. ഞാനിതിലേക്ക് 1 തക്കാളി, 2-4 പച്ചമുളക് നടുകീറിയത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. നന്നായി വഴണ്ടി വന്നാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് വിതറിക്കൊടുക്കാം. ഇതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സാമ്പാർ പൊടിയാണ്. ഞാനൊരു 10 രൂപയുടെ പാക്കറ്റ് ഫുള്ളായിട്ട് ഈ സാമ്പാർ കഷ്ണങ്ങളിലേക്ക് ചെരിഞ്ഞു കൊടുത്തിട്ട്, പിന്നെ ഒരു കായത്തിൻ്റെ കഷ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് സാമ്പാർ കഷ്ണം വേവാനായിട്ടുള്ള വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് പുളിവെള്ളമാണ്. 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി മൂടി വെച്ച് നമുക്കൊരു ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്യാം. സാമ്പാറൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. സാമ്പാർ കഷ്ണങ്ങൾ വെന്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പരിപ്പ് നമുക്കിട്ട് കൊടുക്കാം. വേവിച്ചെടുത്ത നമ്മുടെ ഈ പരിപ്പും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. കണ്ടോ, നമ്മുടെ സാമ്പാർ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് വിതറിയിട്ട് കൊടുക്കാം. ഞാനിവിടെ മല്ലിച്ചപ്പൊന്നും ചേർക്കുന്നില്ല. ഞാനിത് ഒന്ന് താളിക്കുകയാണ്. ഒരു കടായി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഒരു 2 മണി ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽ മുളകും കൂടി നമുക്ക് ചേർക്കാം. 2 എണ്ണ 1 എണ്ണ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഒന്ന് തൂമിക്കാം കേട്ടോ. കുറച്ച് സാമ്പാർ അതിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി രുചിയിലുള്ള നമ്മുടെ സാമ്പാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ചോറിനൊപ്പവും ദോശക്കൊപ്പവും കഴിക്കാൻ വളരെ രുചികരമായ ഒരു സാമ്പാറാണിത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ രുചികരമായ ഒരു സാമ്പാറാണ്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ.